കോൺക്രീറ്റ് തൂൺ ഇളകി വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. കോന്നി ആനക്കൂടിലാണ് അപകടമുണ്ടായത്. അടൂർ കടമ്പനാട് സ്വദേശി അഭിറാമാണ് മരിച്ചത്. കോൺക്രീറ്റ് തൂണിൽ ചുറ്റിപ്പിടിച്ച് നിൽക്കവേ അത് പിഴുത് വീഴുകയായിരുന്നു. ഒരു പ്രതികരണം കേൾക്കാം ബന്ധുവിൻ്റെ. തൂണ് വീഴുന്നവൻ്റെ മണ്ടയിൽ അവൻ അടിയിലായിപ്പോയി. അങ്ങനെ തള്ള ഒരു ഓടിപ്പോയി എടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത ആശുപത്രി കൊണ്ടുപോയി. ആ തൂണ് ഇളകി നിൽക്കുമായിരുന്നു. തൊട്ടതേ ഉള്ളൂ. കൊച്ചു പിടിച്ച എത്ര ഉണ്ടെന്ന് അറിയാം. അത്ര ആ തൂണ് കൊച്ചു അടിയിലായിപ്പോയി. തൂണ് മണ്ടയിൽ വീഴും. ഞങ്ങൾ വന്ന് ഞാൻ എൻ്റെ വണ്ടി വിളിച്ചാണ് വന്നത്. എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവർ ഫാമിലി എല്ലാം കൂടെ വന്നു. കുഞ്ഞിൻ്റെ അമ്മയുണ്ട്. കുഞ്ഞിൻ്റെ തള്ള അവിടെ മാറി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞ് എൻ്റെ അടുത്ത് എണീച്ച് തള്ള എടുത്തോട്ട് പോയി. അപ്പോൾ ആ സൈഡിലൊരു കോൺക്രീറ്റ് തൂണുണ്ടായിരുന്നു. 2-3 ഉണ്ട്. ആ തൂണെ പിടിച്ച് കുഞ്ഞിങ്ങനെ ഞാലി പിടിച്ചോണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നപ്പോഴത്തേക്ക് തൂണ് പിടിച്ച് ഇങ്ങനെ പോരുന്നു. കുഞ്ഞിൻ്റെ തലയെ വന്ന് വീണു. അപ്പോഴേ കൊച്ചിൻ്റെ തള്ളയോട് ഫോൺ കുഞ്ഞിനെ എൻ്റെ മോനൊന്നും പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോഴേ ബ്ലഡ് കുറേ അങ്ങ് പോയി. ഒരുപാട് ബ്ലഡ് പോയി. ഇവിടെ കുറേ മുറിവായി. അപ്പോഴേ കുഞ്ഞിൻ്റെ ബോധം അങ്ങ് പോയി. അങ്ങനെ ഓടി അവിടെ ഒരുപാട് കിടന്ന് വിളിച്ചിട്ട് കൂടെ വന്നവരൊക്കെ അങ്ങ് അകലെ നിന്ന് ചെയ്തു ഓടി. പിന്നെ അവരുടെ ഒരു സ്പില്ലോട്ട് അങ്ങ് കയറ്റി ചെയ്തു. CK അഭിലാൽ ഈ സംഭവ സ്ഥലത്തുണ്ട്. അഭിലാൽ, അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന സംഭവമാണ്. എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു? കോന്നി ആനക്കൂട്ടിലെ 3D തിയേറ്ററിന് മുൻവശത്ത് മുൻപ് വേലിക്കല്ലായി സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് തൂണുകളിൽ ഒന്നാണ് അടർന്ന് കുഞ്ഞിൻ്റെ മുകളിലേക്ക് വീണത്. അങ്ങനെ കുഞ്ഞ് ആദ്യത്തെ നിമിഷങ്ങളിൽ തന്നെ കുഞ്ഞിൻ്റെ ബോധം പരിപൂർണമായി നഷ്ടപ്പെട്ടു. കാരണം തലയ്ക്ക് കാര്യമായി പരിക്കേൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. 10 വർഷം മുൻപാണ് ഇവിടെ കോമ്പൗണ്ടിൻ്റെ അതിര് തിരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചത്. പിന്നീട് ഇത് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നിറം പൂശി നിലനിർത്തുകയാണ് ഉണ്ടായത്. ഈ വീണ് കിടക്കുന്ന കോൺക്രീറ്റ് തൂണിൻ്റെ ഏറെക്കുറെ 15-20 സെൻറ്റിമീറ്റർ ഭാഗം മാത്രമാണ് കോൺക്രീറ്റ്, അതായത് സിമൻറ്റും മെറ്റലും ഉപയോഗിച്ച് ഉറപ്പിച്ചിരുന്നത്. അതിൽ തന്നെ 2 വശങ്ങൾ കോൺക്രീറ്റ് ഇളകി നിന്നതാണ്. ചുരുക്കത്തിൽ ഒരു 4 വയസ്സുകാരൻ വട്ടം പിടിച്ച് നിന്ന സമയത്ത് പിഴുതു വീഴണമെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലെ ഉറപ്പിന് എത്രത്തോളം ബലമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ചുരുക്കത്തിൽ സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ ഘട്ടത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം ദിവസവും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവരുടെ സുരക്ഷയ്ക്കായി 5 ഉദ്യോഗസ്ഥരെ തന്നെ നിയമിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു തൂണിൻ്റെ സുരക്ഷിതത്വമില്ലായ്മ അല്ലെങ്കിൽ ഉറപ്പിച്ചതിൽ വന്നിട്ടുള്ള പാളിച്ചകൾ യഥാസമയം കണ്ടെത്തി പരിഹരിക്കുന്നതിൽ വന്ന വീഴ്ച ഒരു 4 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഇവിടെ അവശേഷിക്കുന്ന തൂണുകളൊക്കെ തന്നെ പിടിച്ചു കുലുങ്ങി വീഴുന്ന അവസ്ഥയിൽ ഉള്ളതാണ്. എന്തായാലും ഈ അപകടത്തെ തുടർന്ന് താൽക്കാലികമായി ഈ അവസ്ഥ കണ്ടിട്ടും, കാരണം അവിടെ വിനോദസഞ്ചാരികളും ഒരുപാട് പേര് കാണാൻ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോലും ഇത് ശരിയായ ഒരു ഇടപെടൽ നടത്താനോ പ്രശ്നം പരിഹരിക്കാനോ ആരും മുതിർന്നില്ല എന്നാണല്ലേ? അതായത് രാവിലെ 8 മണിയോടുകൂടിയാണ് കുടുംബാംഗങ്ങൾ വീട്ടിൽ നിന്നെത്തുന്നത്. കുഞ്ഞിൻ്റെ അമ്മ ശാരിയും അടുത്ത ബന്ധുക്കളും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ചെറിയ കാറിലാണ് അവർ യാത്ര പുറപ്പെട്ടത്. ആദ്യം കല്ലേലിക്കാവിൽ ദർശനം നടത്തിയ ശേഷം തിരികെ നാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഇവിടെ എത്തി ആനക്കൂട് കാണാൻ വേണ്ടി എത്തിയത്. അപ്പോൾ ഈ ഘട്ടത്തിൽ കുഞ്ഞ് ഇതേപോലെ ഉള്ള തൂണിൽ വട്ടം പിടിച്ച് നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ അമ്മ ഫോട്ടോ എടുക്കുകയും കുഞ്ഞ് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് ഏറെക്കുറെ 4 അടിയോളം ഉയരമുള്ള തൂണ് മറിഞ്ഞ് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് തന്നെ വീഴുന്നത്. ബന്ധുക്കളിൽ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പലയിടങ്ങളിലായി നിന്ന് ഫോട്ടോ എടുക്കുകയും കാഴ്ചകൾ കാണുകയും ഒക്കെ തന്നെ ആയിരുന്നു. അതിനാൽ തന്നെ കൃത്യമായ ഒരു സമയത്ത് ഇടപെട്ടു എങ്കിൽ പോലും പക്ഷേ വലിയ തൂണ്, വലിയ ഭാരമുള്ള കോൺക്രീറ്റാണ് 4 വയസ്സുകാരൻ്റെ ശരീരവും തലയും കൂടി ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് വീണത്. ആദ്യ ഘട്ടത്തിൽ തന്നെ കുഞ്ഞിൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഇവിടെ നിന്ന് 50 മീറ്റർ മാത്രം അകലെയാണ് താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത്. അവിടേക്ക് ബന്ധുക്കൾ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് ചെന്നപ്പോഴേക്കും വലിയ തോതിൽ രക്തം വാർന്ന് പോയിരുന്നു. കുഞ്ഞ് അബോധാവസ്ഥയിലാവുകയും ചെയ്തു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. പക്ഷേ അതിന് മുൻപ് തന്നെ കുഞ്ഞിൻ്റെ മരണം സ്ഥിരീകരിച്ചിരുന്നു. നമ്മൾ ആദ്യം ഈ ബന്ധുക്കളുടെ പ്രതികരണം എടുക്കുന്ന ഘട്ടത്തിൽ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം നമുക്കറിയാമായിരുന്നുവെങ്കിൽ പോലും തുടർ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് അവർ ആശുപത്രി അധികൃതരോട് ആരായുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് വിവരങ്ങൾ കൂടുതൽ ബന്ധുക്കളിൽ നിന്നും പിന്നീടാണ് നമുക്ക് ലഭ്യമായത്. കടമ്പനാട് സ്വദേശിയായിട്ടുള്ള അജി ശാരി ദമ്പതികളുടെ ഏക മകനാണ് മരണമടഞ്ഞത്. അച്ഛൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വന്നത് അച്ഛൻ്റെ സഹോദരൻ അനിൽ
ഭാര്യ അനിത അടക്കമുള്ള ബന്ധുക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നാൽ പോലും തീർത്തും അപ്രതീക്ഷിതമായ, പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ വേനൽക്കാല അവധി കൂടി കണക്കിലെടുത്ത ഒരു യാത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് വളരെ ദാരുണമായ സംഭവത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. എന്തായാലും സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. അന്വേഷണത്തിനായി പ്രത്യേക ടീമിനെ നിയോഗിച്ച് ഒരു അന്വേഷണവും പരിശോധനയും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ലഭ്യമായ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വിശദമായ ഒരു റിപ്പോർട്ട് ദക്ഷിണ മേഖല ഫോറസ്റ്റ് കൺസർവേറ്ററോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വനം മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. ശ്രീ സി കെ അഭിലാലാണ്. ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് വേദന ഉണ്ടാകുന്നത്. കാരണം അവധി ദിവസമാണ്, വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ ബന്ധുക്കൾക്കൊപ്പം എത്തുന്ന ഏക മകൻ ആ കുഞ്ഞിനെ കൈപിടിച്ചുകൊണ്ട് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യുന്നു. പിന്നീട് ഇപ്പോൾ ആ 4 വയസ്സുകാരൻ്റെ ചേതനയേറ്റ ശരീരവുമായി തിരിച്ചു പോകേണ്ട അവസ്ഥ ആ കുടുംബത്തെ സംബന്ധിച്ചോളം നമ്മയൊക്കെ കാണുമ്പോൾ തന്നെ, നമുക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത വേദന ഉണ്ടാകുന്നു. തികഞ്ഞ സുരക്ഷാ വീഴ്ച, ഒരുപാട് സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അവിടെ ഉണ്ടാകുന്ന ഒരു തൂണിന് പോലും ഒരു മനുഷ്യൻ്റെ ജീവൻ കവരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇനി മറ്റിടങ്ങളിലൊന്നും ഇങ്ങനെ ഒരു അനാസ്ഥ, സുരക്ഷാ വീഴ്ച ഉണ്ടാകാതെ ഇരിക്കട്ടെ. അഭിലാലാണ് ആ സംഭവ സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.